ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD-യുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ആധാരമായിട്ട് എടുത്തിട്ടുള്ളത്. പെന്തക്കോസ്തിലെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും സുവിശേഷകനുമായ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം തൃത്വം ശരിയോ ബഹുത്വമുള്ള ഏകത്വം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആസ്പദമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ അതിന്റെ ഒരു റെഫ്യൂട്ടൽ വീഡിയോ, ഒരു ഖണ്ഡന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കമന്റ് എഴുതിയും അത് ഷെയർ ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആ വീഡിയോയുടെ ശേഷം ചില ഭാഗങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദൈവത്തിൽ ഒരു ത്രിത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു ത്രിയേകത്വമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ ബഹുത്വമുണ്ട് എന്ന് അവർ പ്രസ്താവിക്കുന്ന ഭാഗങ്ങളെ ബൈബിളിന്റെ സ്വതന്ത്രമായ വീക്ഷണത്തിൽ സമീപിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. JCNDSD അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ ഇതിനോടകം ഏതാണ്ട് 3000-നടുത്ത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വീഡിയോകൾ എല്ലാം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും ദൈവവചനത്തിന് യോഗ്യവും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തന്നെ കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ഏക ദൈവം എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ പിൽക്കാലത്ത് AD 325 കാലഘട്ടങ്ങളിൽ സഭയിൽ ഉരുവായി തുടങ്ങിയ തൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തെ പല പീസാക്കുന്ന തൃത്വ പണ്ഡിതന്മാർക്ക് എതിരെയുള്ള പ്രഭാഷണങ്ങളും എതിരെയുള്ള ഖണ്ഡന വീഡിയോകളുമാണ് ഞങ്ങളുടെ മുൻ വീഡിയോകളിലെല്ലാം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പൊതുവെയുള്ള ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 95% ക്രൈസ്തവ സഭകളും, അത് അപ്പസ്തോലികമായാലും അത് പൗരോഹിത്യ സഭകളായാലും അത് പ്രൊട്ടസ്റ്റന്റ് ആയാലും പെന്റിക്കോസ്റ്റൽസ് ആയാലും പൊതുവിൽ അവർക്കുള്ളത് ബഹുത്വമുള്ള ഒരു ഏകത്വമാണ്, അല്ലെങ്കിൽ ദൈവം 3 വ്യക്തികളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യെരുശലേമിൽ ആരംഭിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ഇന്നേക്ക് 2000 വർഷങ്ങൾ അധികം പിന്നിടുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തന്നെ കുറിച്ച് സംസാരിക്കുന്നത് ദൈവം ഒരുവൻ എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരാകട്ടെ പുതിയ നിയമ ഗ്രന്ഥങ്ങളിലാകട്ടെ എവിടെയും ദൈവത്തിൽ ബഹുത്വമുണ്ടെന്നും ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നും എന്തിന് തൃത്വം എന്നുള്ള ഒരു ആശയം പോലും ബൈബിളിൽ ഇല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥ ഏകദൈവ വിശ്വാസികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനികളായിട്ട്, ഞങ്ങൾ പെന്തക്കോസ്റ്റൽസിന്റെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല, വൺനെസ് പെന്തക്കോസ്റ്റൽസുമല്ല, ഇന്നും ആളുകൾക്ക് മനസ്സിലാക്കാത്ത ഒരു വിഭാഗമുണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തോലിക ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോകളെ ഇന്ന് രാത്രിയിൽ ഒരു ഖണ്ഡന വിധേയമാക്കുമ്പോൾ ഞങ്ങൾ ഈ വീഡിയോകളെ എല്ലാം പരിശോധിക്കുന്നതും അതിനെ വിശകലനം ചെയ്യുന്നതും പൂർണ്ണമായും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ബഹുമാന്യ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഉദ്ധരിച്ചിട്ടുള്ളതായ ദൈവത്തിൽ ഉള്ള ബഹുത്വം അല്ലെങ്കിൽ ത്രിയേകനായി നിലനിൽക്കുന്ന ദൈവം എന്ന് അവർ പഠിപ്പിക്കുന്ന ഒരു ഔസിയയിൽ 3 ഹൈപ്പോസ്റ്റാറ്റിസ് ഉള്ള, അല്ലെങ്കിൽ ഒരു ആശയത്തിൽ 3 വ്യക്തികളായി നിലകൊള്ളുന്ന ദൈവം എന്നുള്ള ആശയത്തെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ഞങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്ന് ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ ദൈനംദിനം എന്നോണം അല്പമായും അധികമായും ഈ തൃത്വ വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്യുന്നതിനെ എല്ലാം മറുപടി പറയുക എന്നുള്ള ദുഷ്കരമായ ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ ഈ വിഷയത്തിൽ സമീപിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ 40 മിനിറ്റ് വരെയുള്ള ഭാഗങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ വിട്ടുപോയ ചില ഭാഗങ്ങൾ പഴയ 40 മിനിറ്റിനകത്ത് നിന്നും ശേഷം 40 മിനിറ്റിന് ശേഷമുള്ള ചില വീഡിയോ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകളെ ആസ്പദമാക്കി ചില ചോദ്യങ്ങളും അവയ്ക്ക് ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ നടത്തുന്നത്.
ഈ വീഡിയോയിൽ ഇന്ന് എന്നോടൊപ്പം പാനലിസ്റ്റുകളായിട്ട് ഇറാഖിൽ നിന്നും ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഗീവറീസ് ഉണ്ട്. അദ്ദേഹം ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി നന്നായി അധ്വാനിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിനുണ്ട്. താൻ ഈ ഗ്രൂപ്പിന്റെ ഇന്നത്തെ നിലയിൽ ഇതിന്റെ ഫൗണ്ടറും ഇതുവരെയും ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെ നിയന്ത്രിക്കുകയും ഒപ്പം സുവിശേഷത്തിന്റെ മേഖലയിൽ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി ധാരാളം വീഡിയോകൾ ചെയ്യുകയും ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഒപ്പം ബഹുമാനപ്പെട്ട പാസ്റ്റർ എം ബേബി കൊട്ടാരക്കര, അദ്ദേഹം ഇന്ന് ഈ ഗ്രൂപ്പിൽ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്ക്ക് ജോസഫ് അവറുകൾ ഉണ്ട്. അദ്ദേഹം ചില ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ക്ഷീണിതനും രോഗിയുമാണ്. എങ്കിലും അദ്ദേഹവും ഇന്ന് സംസാരിക്കാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3-4 ദേവദാസന്മാരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വീഡിയോയുടെ ഇന്നത്തെ പ്രോഗ്രാം നിയന്ത്രിക്കുക എന്നുള്ളൊരു ചുമതലയാണ് നിങ്ങൾക്കുള്ളത്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും എന്റെ പേര് ജോസ് വർഗീസ് എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ സൂം പ്ലാറ്റ്ഫോമിലൂടെ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ഖണ്ഡന വീഡിയോയുടെ ഭാഗമായി 42 മുതൽ 46 വരെ മിനിറ്റുകളിലുള്ള അനിൽ കൊടിത്തോട്ടത്തിന്റെ വീഡിയോ ഭാഗം, ഒരു വീഡിയോയുടെ ചെറിയ ക്ലിപ്പിംഗ് ഞങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്കായി പ്രദർശിപ്പിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിനോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാരംഭത്തിൽ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മരണം വരെയല്ല, മരണം കഴിഞ്ഞാലും പിടിച്ചിരിക്കണം. അതാണ് വേണ്ടത്. സ്തോത്രം. അതിൻ്റെ ട്രിനിറ്റി എന്താണെന്ന് പറയാം. ഒരു ഔസ്യ, ഒരു ഉള്ളടക്കം, ഒരു എസൻഷ്യൽ, ഒരു എസൻസ്. ഓക്കെ, സബ്സ്റ്റാൻഷ്യൽ ഓർ എസൻഷ്യൽ എന്നാണ് ഔസ്യയുടെ അർത്ഥം. ഒരു സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ ഒരു എസൻസിൽ 3 പേഴ്സൺ. അതിലൊന്നുകൂടെ മനസ്സിലാക്കണം. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. 3 പേഴ്സൺസ്, 3 പേർ സാരാംശത്തിൽ ഒന്നായിട്ടിരിക്കുന്നു. അതെങ്ങനെ? സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സംശയം വരാമല്ലോ. പലപ്പോഴും നമുക്ക് ഉദാഹരണം പറയുന്ന ആളുകളൊക്കെ ഓരോ കഥകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൈബിളിൽ തന്നെ ഉദാഹരണം എടുക്കാം. അങ്ങനെ ഒക്കുന്നേന്ന് 3 പേര് കൂടി ഒന്നാവുമോ? അതാ ഏറ്റവും വലിയ. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ഈ ദൈവസംബന്ധിയായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ 2 പ്രബല തർക്കം കിടപ്പുണ്ട്. ഒന്ന്, ദ പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്. ഞാൻ എൻ്റെ തിയററ്റിക്കൽ സ്റ്റഡി പറയുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. 2, ദ പ്രോബ്ലം ഓഫ് ഇൻ്റർ റിലേഷൻസ്. 2 പ്രോബ്ലം. ഒന്നാമത്തെ പ്രോബ്ലം പറഞ്ഞു, ഒരു ഗണിത പ്രശ്നം. അതേതൊക്കെയാ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 1 1 1 = 3. അതിന് ചിലർ ഗുണിച്ചു കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 33 കോടി ദൈവത്തെ വെച്ചിട്ട് ഗുണിച്ചു പോയാൽ എന്തോ ചെയ്യും? ഗുണിക്കാൻ കുറേ സമയം എടുക്കുമെന്നേ ഉള്ളൂ. അത് ഒന്നാക്കാം. അതിലൊന്നും അർത്ഥമില്ല. കാര്യം പോലെ പറയണം. വേണ്ടേ? 3 പേര് ചേർന്ന് ഒന്നാകുമോ? ഒന്നാകും. 3 പേർ ചേർന്ന് ഒന്നാകും. അതൊക്കെ പിന്നെ പരിഹരിക്കാം. രണ്ടാമത്തെ വിഷയം നമുക്കുള്ളതല്ല, വണ്ണസ് പരിഗണിക്കേണ്ടതാണ്. ഒരാൾ തന്നെ തനിക്കെങ്ങനെ അപ്പനാകും, അദ്ദേഹം തന്നെ എങ്ങനെ മകനാകും? അയാൾ തന്നെ തന്നോട് തന്നെ പറയുമോ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം? അതെങ്ങനെ നോക്കും? അത് പറ്റത്തില്ല. മനസ്സിലായോ? ഇവിടെ ഈ പ്രശ്നത്തിൽ പരിഹാരമുള്ളത് ട്രിനിറ്റേറിയൻസിന് മാത്രമാണ്. 2നും പരിഹാരമുണ്ട് ട്രിനിറ്റേറിയൻസിൻ്റെ. അപ്പോൾ ദൈവസംബന്ധിയായ വിഷയങ്ങളിൽ അത്തരത്തിൽ മുൻതൂക്കമുള്ളത് ട്രിനിറ്റേറിയൻ ഫെയ്ത്തിനാണ്. അപ്പോൾ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്താ ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ? ദൈവം, ചിലർ പറയാറുണ്ട്, ദയവായിട്ട് ഈ ട്രിനിറ്റി പറയുന്ന ആളുകൾ ഉദാഹരണം പറയാതിരിക്കുക. വെള്ളമാണ്, റബ്ബർ കായാണ്. ഒരു ഉദാഹരണം വേണ്ട, ബൈബിളിലെ വാക്യം കൊടുത്താൽ മതി. വാക്യം കൊടുത്ത് മനസ്സിലായില്ലേ അവന് മനസ്സിലാകണ്ട. ഉദാഹരണത്തിലെല്ലാം ലൂപ്പ് ഹോളുകളുണ്ട്. അതാ കാര്യം. സൂര്യനാണ്, വെളിച്ചമാണ്, ചൂടാണ്, ഇതിനൊന്നും പോണ്ടെന്ന് ബൈബിളിലുണ്ടല്ലോ. ഉള്ള പോലെ പറഞ്ഞു കൊടുക്കാം. സന്തോഷമാണോ? ഞാൻ
ഭർത്താവാണ്, ഞാൻ അപ്പനാണ്, അങ്ങനെയാണ് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പാസ്റ്ററാണ്, ഞാൻ അമ്മാവനാണ്, ഞാൻ അപ്പാപ്പനാണ്. ട്രിനിറ്റിയും കഴിഞ്ഞു പോയി, ഒത്തിരി പോയി, അങ്ങോട്ട് പോയി. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. മക്കൾക്ക് ഞാൻ അപ്പനാണ്, ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, അപ്പന് ഞാൻ മോനാണ്, ഇതൊന്നും പറയരുത്. ഇതൊന്നും അല്ല ട്രിനിറ്റി, അതൊന്നും അല്ല. അപ്പോൾ ട്രിനിറ്റി പറയുന്ന ചില ആളുകൾ ഇങ്ങനെ പറയുക വഴി ഇവർ കൊണ്ട് മറ്റവർ എതിരാളികൾ കൊണ്ട് നമ്മളെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോട് ബന്ധിപ്പിക്കും. അങ്ങനെ പോരുത്. നമ്മൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. അപ്പോൾ എങ്ങനെ ഇവർ ഒന്നായിരിക്കുന്നു അതറിയണ്ടേ? അതിലേക്ക് വരാം, അതവിടെ കിടക്കട്ടെ, ഞാൻ വിട്ടുകളയത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് ട്രിനിറ്റി അതെന്താണെന്ന് അതിൻ്റെ തത്വത്തിലൊന്ന് പറഞ്ഞാട്ടെ, മനസ്സിലാക്കിയാട്ടെ. ഒന്ന്, ഏകസത്യ ദൈവം, ആ ദൈവം സാരാംശത്തിൽ ഏകൻ, സമതുല്യരായ സമനിത്യരായ 3 വ്യക്തിത്വങ്ങൾ കൂടിച്ചേരുന്ന ഒരാൾ. അതിലപ്പം കേട്ടാൽ ഗൗരവമായിട്ട് തോന്നും, ഒന്നുമല്ല, നമുക്ക് പിന്നെ പഠിക്കാം. ഇതാണ് ട്രിനിറ്റി. അപ്പോൾ ട്രിനിറ്റി സംബന്ധിച്ച് ചില വചനങ്ങൾ ഞാൻ തന്നു തുടങ്ങാം. അത് ഉൽപ്പത്തി മൂലേ തരാം, നോട്ട് കുറിക്കുന്നവർക്ക് കുറിക്കാം. സൗണ്ട് ബിൽസംബ്രദറിനോടാണ് എൻ്റെ ചോദ്യം. 42 മുതൽ 46 വരെയുള്ള മിനിറ്റുകളിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ ട്രിനിറ്റിയിൽ സംബന്ധിച്ച് പൊതുവിൽ നമുക്കറിയാം, ഈ ട്രിനിറ്റേറിയൻ ബൈബിൾ കോളേജുകൾ എല്ലാം തന്നെ ഡിനോമിനേഷൻ AG, IPC, ഷാരോൺ, WME എന്നിങ്ങനെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ഡോക്ടറിനൽ എല്ലാം സംബന്ധിച്ച് അവർ ഒരുമിച്ചാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് അവര് ഈ ഒരു കാര്യത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവര് ബൈബിളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അവര് ബൈബിളിൽ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ദൈവം സാരാംശത്തിൽ അല്ലെങ്കിൽ എസൻസിൽ ഒരു ദൈവം, ബട്ട് 3 പേഴ്സൺസ് ഇൻ 1 ഔസിയ അല്ലെങ്കിൽ 1 എസൻസ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ ബൈബിൾ സ്വതന്ത്രമായി പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ബൈബിൾ കോളേജിലെയോ ഏതെങ്കിലും ഒരു ട്രിനിറ്റേറിയൻ ബൈബിൾ വ്യൂവിലൂടെയോ അല്ലാതെ ബൈബിൾ പരിശോധിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഈ എസൻസോ സാരാംശമോ ഒന്നും എവിടെയും കണ്ടുപിടിക്കാൻ കഴിയുന്നതായിട്ടില്ല. നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്ന ആദ്യം മുതൽ അല്ലെങ്കിൽ ദൈവം എന്നൊരു ആശയം ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത് തുടങ്ങി സമനിത്യരും സമതുല്യരുമായി 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു വ്യക്തിയാണ് ദൈവം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ശരിയാണ്? ഇതിനെ നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി പരിശോധിച്ചാൽ നമുക്ക് ഇവരുടെ വാദമുഖങ്ങളെ അംഗീകരിക്കാൻ കഴിയുമോ, അതോ കുറച്ചുകൂടി സ്പഷ്ടമായി ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഏക സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയുമോ? ഇതാണ് എന്റെ ചോദ്യം. നമ്മൾ ഈ വീഡിയോ കാണുമ്പം ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് ഒരു കാര്യം നമുക്ക് ഇവരിൽ നിന്നും നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലുള്ള തേങ്ങ, നമ്മുടെ റബ്ബർക്ക, ഈ വക കാര്യങ്ങളെ ഒന്നും പറയണ്ട എന്ന് അനിൽക്കൊടിത്തോട്ടം തന്നെ ഇപ്പോൾ സംബന്ധിച്ച് തുടങ്ങിയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയിലുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് അമ്പേ പരാജയപ്പെട്ടു എന്നാണ് ഇപ്പം അനിൽക്കൊടിത്തോട്ടം അവിടെ പറഞ്ഞു വെച്ചത്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വചനത്തിനകത്ത് തന്നെ കാണിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയും. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എടുക്കാം. സാരാംശത്തിൽ ഒന്ന് ആണ് എന്ന് നമുക്ക് ഇവര് കാണിക്കുന്ന ആ ഒരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നു. ഇവിടെ ഭൂമിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് സാരാംശത്തിൽ ഒന്ന് എന്ന് പറയുന്നത്. അതായത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന വചനം അവരെടുത്ത് കാണിക്കും. അപ്പോൾ ആ ഞാനും പിതാവും ഒന്നാണ് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം
പിതാവ് എന്ന ദൈവം എന്ന പിതാവ് എന്ന ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ള വചനം. പിന്നെ ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4:6 മുതലുള്ള വാക്യം, 6 വരെയുള്ള വാക്യം, 4 മുതൽ 6 വരെയുള്ള വാക്യം. അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. ദൈവം ഒരുവനാണ്, ദൈവം ഒരു ആത്മാവാണ്, അതുകൊണ്ട് ദൈവം ഒരുവനാണ്. അതുകൊണ്ട് സാരാംശം ഒരിക്കലും നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. അതിനകത്ത് 3, എവിടെയാണ് നമുക്ക് ഈ 3 മാത്രം കാണിക്കുവാൻ പറ്റുന്നത്? പറഞ്ഞു വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഒരാത്മാവ്, ദൈവം ഒരാത്മാവാണെന്ന് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, 5-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ 7 ആത്മാക്കൾ, ഭൂമിയിൽ സകല പ്രവൃത്തിയും ചെയ്ത ദൈവത്തിന്റെ 7 ആത്മാക്കൾ. അപ്പൊ ആത്മാവ് സംബന്ധമായി നമ്മൾ 3 ഒരിക്കലും കാണുന്നില്ല. പുത്രനെ ഉൾപ്പെടുന്ന ഒരു 3 നമ്മൾ 1-ഓ 2-ഓ വചനത്തിൽ കാണുന്നെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് അതിനെ ഒരുമിച്ച് കാണിക്കാൻ സാധിക്കത്തില്ല. ചിലതിനകത്ത് വചനമാണ്, ചിലതിനകത്ത് പുത്രനാണ്. സമനിത്യർ എന്ന് അദ്ദേഹം പറയുന്ന കാര്യത്തിലും നമുക്ക് തർക്കിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ സമനിത്യനാണെന്ന് ഒരിക്കലും വചനം പറയുന്നില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വചനം ദൈവം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവം എന്ന് വെച്ചാൽ ആത്മാവാണ്, ദൈവം ഒരാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവര് സമനിത്യർ എന്ന് കാണിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് കൂടെ ആരോ ഉണ്ട്, ആ ദൈവത്തിന്റെ കൂടെ ഉള്ളവൻ വചനമാണ് ജഡമായി തീർന്നത്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചോളം അവന്റെ പുത്രത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജനിക്കുമ്പോഴാണ് പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. പിന്നീട് അവനെ പുത്രൻ എന്ന് വിളിക്കാം. ഇന്ന് ഞാൻ ഈ ഒരു ഉദാഹരണം കൊടുത്തത്, ഒരു ആർമിയിൽ ഒരാൾ കയറി കഴിയുമ്പോൾ ആദ്യം അയാൾക്ക് ഓഫീസറായിട്ടാണ് കയറുന്നെങ്കിൽ ആദ്യം കിട്ടുന്നതിൽ ലൂട്ടനന്റ് എന്ന് പറഞ്ഞിട്ടൊരു പദവിയാണ് കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് ലൂട്ടനന്റ് ആകാം, പിന്നെ ക്യാപ്റ്റൻ ആകാം, പിന്നെ ബ്രിഗേഡിയർ ആകാം. അങ്ങനെ ഓരോ പദവികൾ കിട്ടി പോകുമ്പോൾ അവർക്ക് ഒരു ബാജ് ഉണ്ട്, അവരുടെ നെഞ്ചിൽ വെക്കുന്ന ഒരു ബാജ് ഉണ്ട്. ആ ബാജ് ആയി പോകത്തേ ഉള്ളൂ. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചോളം ദൈവം പുത്രൻ എന്ന പദവി, അതായത് മനുഷ്യന്റെ സ്വരൂപം എടുത്ത് ഈ ലോകത്തിൽ വരുമ്പോഴാണ് പുത്രൻ എന്ന പദവി എടുക്കുന്നത്. ആ പദവി എന്നേക്കുമുള്ളത്. അതുകൊണ്ടാണ് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത് എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത്. പക്ഷേ സമതുല്യർ എന്ന് പറയുമ്പോൾ അവിടെ തെറ്റിപ്പോകുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിതാവ് എന്നെക്കാട്ടിൽ വലിയവൻ എന്നാണ് പറയുന്നത്. അപ്പൊ തുല്യനായി തീരത്തില്ല. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പല വചനങ്ങൾ നമ്മൾ കാണുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 46-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും, തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും. അപ്പം ഏക ദൈവമായ യഹോവയായ ദൈവത്തോട് ആർക്കും നമ്മൾ അവനെ സദൃശ്യമാക്കുവാൻ സാധിക്കത്തില്ല, അവനോട് തുല്യമാക്കുവാൻ സാധിക്കത്തില്ല. ഒരാത്മാവായ ദൈവം, ആ ദൈവം ഒരാത്മാവാണ്. ആ ആത്മാവിന്റെ പല മാനിഫെസ്റ്റേഷൻസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനങ്ങളാൽ ദൈവം പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ആത്മാവെല്ലാം ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് ആ ആത്മാക്കൾ തമ്മിൽ തുല്യരാണ്. പക്ഷെ അത് എല്ലാം ഒരേ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ പദവി സംബന്ധമായി, അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വവും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തുല്യത പറയാൻ സാധിക്കത്തില്ല. അത് അവൻ എടുത്ത പദവിയാണ്. രക്ഷയുടെ പ്രവൃത്തിക്കായിട്ട് ദൈവം തന്നെ ഏറ്റെടുത്ത പദവിയാണ്, ഏക ദൈവത്തിന്റെ പദവിയാണ്. അപ്പോൾ നമുക്ക് സമതുല്യർ എന്ന് പറയുവാൻ സാധിക്കത്തില്ല, സമനിത്യർ എന്നും നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ പുത്രത്വം നിത്യതയുടെ പുത്രത്വം അല്ല എന്ന് നമുക്കറിയാം.
അവന്റെ പുത്രത്വത്തിന് ഒരു തുടക്കമുണ്ട്. അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ ജഡപ്രകാരം ജനിക്കുമ്പോഴാണ് അവൻ ദാവീദിന്റെ സന്തതിയായി തീരുന്നതും അവൻ ദൈവപുത്രൻ, അതായത് ദൈവത്തിന്റെ ആത്മാവാൽ ജനിക്കുന്നവൻ എന്ന രീതിയിൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 1 പറയുന്നത് അവൻ ജഡപ്രകാരമായി ദാവീദിന്റെ സന്തതിയും അവൻ ആത്മാവിന്റെ നിയോഗത്താൽ ദൈവപുത്രൻ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ നിർണയിക്കപ്പെടുന്നു അതാണ്. അപ്പൊ നിർണയിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പുത്രൻ എന്നവൻ നിർണയിക്കപ്പെടുന്നു. അപ്പോൾ നിർണയിക്കപ്പെടുന്ന പദവിയാണ് പുത്രത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അനാദിയായി ദൈവമായിരുന്നു, അനാദിയായി അവൻ വചനമായിരുന്നു, അവൻ എന്നേക്കും ദൈവം തന്നെയായിരുന്നു. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് വചനം. ആ വചനത്തിന്റെ പ്രവർത്തനത്താലാണ് സകല ഭൂമിയും ആകാശവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമ്മൾ കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു പേഴ്സൺ ഉണ്ടാവണമെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടാവണമെങ്കിൽ, വ്യക്തി എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ അല്ലെങ്കിൽ വേറൊരുത്തൻ. യെശയ്യാവിന്റെ പുസ്തകം 45-ാമത്തെ വാക്യം വായിച്ചാൽ അതിനകത്ത് 2 വാക്യവും ഞാൻ തന്നെ ദൈവം, മറ്റൊരുത്തനില്ല. ഞാൻ തന്നെ ദൈവം, വേറെ ഒരുത്തനുമില്ല. 2 വാക്യവും അവിടെ മലയാളത്തിൽ വളരെ വ്യക്തമായിട്ട് കിടക്കുന്നു. അപ്പോൾ വേറെ ഒരു വ്യക്തിയെ ഉണ്ടാക്കാൻ ബൈബിളിനകത്ത് ഒരു സ്കോപ്പുമില്ല. ദൈവത്തിന് തുല്യമായി ആരുമില്ല. ദൈവത്തിന്റെ സമനിത്യനായിട്ട് ആരുമില്ല. അതെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ പറ്റി പറഞ്ഞതാണ്. പുത്രനോടോ ദൈവമേ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യന്റെ പദവി എടുത്ത് രക്ഷയുടെ വേല തികച്ച ശേഷം അവനെ പുത്രൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ പുത്രത്വം കൂടെ എടുത്തതാണ്. അത് അവനൊരു ബാജാണ്. അവൻ സൃഷ്ടിതാവ് മാത്രമല്ല, അവൻ രക്ഷിതാവുമാണ്. ആ രക്ഷയുടെ പ്രവൃത്തിയിൽ അവൻ പുത്രനാണ്. അതുകൊണ്ടാണ് അവൻ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. അവൻ ഈ ഒരു കാര്യം തന്നെ നമ്മുടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇസ്രായേലായി തീർന്നു. എനിക്ക് വളരെ ഗൗരവമുണ്ട്. ഞാൻ ഇസ്രായേലായി തീർന്നു. ഞാൻ ആ കൊമ്പിനോട് ചേർക്കപ്പെട്ടു. കൊമ്പ് ആരാണ്? കൊമ്പ് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് ഞാൻ വേരിനോട് ചേർന്നതെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നു എന്ന് പറയുന്നു. അപ്പം അവൻ വംശം മാത്രമല്ല, അവൻ കണക്ഷൻ മാത്രമല്ല, ആ ഇസ്രായേലിനോടുള്ള കണക്ഷൻ മാത്രമല്ല, അവൻ ഇസ്രായേലിന്റെ സൃഷ്ടിതാവും കൂടെയാണ്. അവൻ തന്നെ വേരും അവൻ തന്നെ വംശവുമാണ്. അവൻ 2 വ്യക്തികളല്ല. അവൻ തന്നെയാണ് പിതാവായ ദൈവം. അവൻ തന്നെയാണ് രക്ഷയുടെ വേലയിൽ മനുഷ്യൻ എന്ന രീതിയിൽ ആ രക്ഷയ്ക്ക് വന്ന രക്ഷാനായകൻ, അതായത് പുത്രൻ എന്ന മനുഷ്യ പദവി. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ദൈവത്തിന് വളരെ ക്ലിയർ ആണ്. ഇവിടെ ട്രിനിറ്റേറിയൻസിന്റെ ഒരു പൊതുവിലുള്ളൊരു ടീച്ചിങ് ആണ് ഈ ദൈവം 3 വ്യക്തികളായി നിൽക്കുന്നു. ആ 3 വ്യക്തികളും സമനിത്യരും സമതുല്യരുമാണ്. അപ്പോൾ തന്നെ ബൈബിളിലുള്ള പല സ്റ്റേറ്റ്മെന്റുകളും കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ യേശു തന്നെ ഭൂമിയിൽ നിൽക്കുമ്പോൾ യേശു പിതാവ് തന്നെക്കാൾ വലിയവനാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ വാദങ്ങളെ കോൺട്രാഡിക്ട് ചെയ്യുന്ന ഒരുപാട് വചനങ്ങൾ ബൈബിളിൽ കാണാം എന്നിരിക്കെ AD 325 അവര് നിക്യാ കൗൺസിലിൽ നിന്നും അവര് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഇന്ന് ലോകമാസകലം ഒരു ക്യാൻസർ പോലെ എൻ്റയർ ക്രിസ്ത്യാനിറ്റിയെ വിഴുങ്ങി കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സ്വതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന് അറിഞ്ഞുകൂടാത്ത ഒരു തിയോളജിയാണ് മനുഷ്യരായ ഇവരുണ്ടാക്കി ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം പറയാണ് ഞാൻ ഏകനാണ്, അല്ല ഇവർ പറയുന്നത് ദൈവം ഏകനല്ല, നിങ്ങൾ 3 പേരാണ്. നിങ്ങൾ എങ്ങനെയാണ് ദൈവം ഒരു സാരാംശമാണ്. ദൈവത്തോട് പറയാണ്, ദൈവമേ നിങ്ങൾ യു ആർ ആൻ എസൻസ് ആൻഡ് there are 3 persons in that essence. ആ എസൻസിൽ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു തിയോളജി ഉണ്ടാക്കി ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിനെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് 46-5 നിന്നുമൊക്കെയും 43-10-11 ഒക്കെയുള്ള വാക്കിൽ നിന്ന് വളരെ സ്പഷ്ടമായിട്ട് കർത്താവിന്റെ ദാസൻ ഇവിടെ വെളിപ്പെടുത്തി തന്നത്. ഇപ്പൊ ഞങ്ങളെ പ്രേക്ഷകരോട്
ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കേവലം ഇത്തരം അബദ്ധങ്ങളിൽ ചാടാതെ ബൈബിൾ പഠിപ്പിക്കുന്ന ഏക ദൈവം ആരെന്ന് നിങ്ങളുടെ സ്വയബുദ്ധിയിലും വിവേകത്തിലും നിങ്ങൾ ബൈബിൾ വായിച്ചു പഠിക്കുകയും നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് ഗ്രഹിക്കുകയും ചെയ്യണമെന്നൊരു അപേക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ബ്രദർ ഗീവറീസിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ അതിന് മുന്നായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ആ വാക്യങ്ങളെ സമയത്തിലേക്ക് വരുമ്പോൾ ആ സമയത്ത് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഈ ചോദ്യം ചോദിക്കാനായിട്ട് എടുക്കുന്നത്. ഒപ്പം ഈ 42 മുതൽ 46 വരെയുള്ള വചനത്തിന്റെ ചില ഭാഗങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ബ്രദർ ഗീവറീസിന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി പറയാം. നമുക്ക് അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. 35 മിനിറ്റ് മുതൽ 38 മിനിറ്റ് വരെ. എന്നിട്ട് പറയാ, ഇതാ ഞാനും ദൈവം എനിക്കെന്ന. അപ്പോൾ നമ്മളവൻ്റെ മക്കളാകും, നമ്മളവൻ്റെ കാന്തയാകും, നമ്മളവൻ്റെ കൃഷിയാകും, നമ്മളവൻ്റെ മുന്തിരിത്തോട്ടമാകും, നമ്മളവൻ്റെ ഭവനമാകും. പല ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് പ്രിയപ്പെട്ടവർ ദൈവത്തിന്. സന്തോഷമാണോ? നമുക്ക് നൃത്തം പഠിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ പറ്റുക? നമുക്ക് പറ്റും. ശ്രദ്ധിച്ചട്ടെ. അപ്പോൾ നമുക്ക് നൃത്തം പഠിപ്പിച്ചതും പറഞ്ഞു തന്നതും യേശുവാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു പോകാം. മത്തായിയുടെ സുവിശേഷം 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. മതി. ഇവിടെയാണ് കറക്റ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഒരു പ്രയോഗം വ്യക്തമാകും. ട്രിനിറ്റിയുടെ വിശ്വാസം അനുസരിച്ച് എന്താണ് ഇതെന്ന് പറയാം. ട്രിനിറ്റിയുടെ വിശ്വാസം അനുസരിച്ച് ഏകസത്യ ദൈവം സാരാംശം കൊണ്ട് ഒരുവനാണ്. ദൈവം ഒരുവനിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 പേഴ്സൺസ്. ആ 3 പേഴ്സൺസ് ഇവിടെയാണ് പെട്ടെന്ന് നമുക്കൊരു ആശങ്ക പോലെ തോന്നുന്നത്. അതെങ്ങനെ പറയാം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 പേഴ്സൺസാണ്. 3 ഹൈപ്പോസ്റ്റാസിസാണ്. ഗ്രീക്ക് വേർഡ് അങ്ങനെ. എന്താ ഹൈപ്പോസ്റ്റാസിസ്? അർത്ഥം ബീയിങ്, ഓൻഡോ, ബീയിങ്, ആയിരിക്കുന്നത്. ദൈവം എന്തോ അത് ബീയിങ്. ആൻഡ് ഗ്രീക്ക് വേർഡ് തന്നെ പറഞ്ഞാൽ വൺ ഔസിയ. ഔസിയ എന്താന്ന് പറയാം? OUSIA. അതൊന്നും എഴുതിയിട്ടു നല്ലതാ, കാരണം ഇതൊരു വലിയ വിഷയമായിരുന്നു. അരിയൂസ് കേട്ടോ? അരിയൂസ് കേട്ടിട്ടുണ്ടോ? അരിയൂസ് അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരുടെയൊക്കെ സ്ഥാപകനാണ് അരിയൂസ്, ഈ യൂണിറ്റേറിയന്മാരുടെ. കാരണം അദ്ദേഹമാണ് ആദ്യത്തെ തൃത്വവിരോധം പുറപ്പെടുവിക്കുന്ന ആള്. അദ്ദേഹം 325 നിക്യാ സുന്നോദോസിൽ ഇത് അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അവിടെ ഒരു ചർച്ച നടന്നു. പുത്രൻ സമനോ സാമ്യനോ? ദൈവപുത്രൻ സമനോ സാമ്യനോ? ഈ സമൻ, സാമ്യൻ ഇതിനുപയോഗിച്ചിരിക്കുന്ന പദം ഔസിയ, OUSIA, ഹോമൗസിയ. ഹോമൗസിയുണ്ട്, ഹോമോസ്. ഓക്കെ ബ്രദർ ഗീവറീസ്, ചോദ്യം വളരെ വ്യക്തമായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28:19 എല്ലാ ട്രിനിറ്റേറിയന്റെയും ഏറ്റവും വലിയ ആശ്വാസ വചനമായിട്ട് വ്യക്തമായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ടൈറ്റിലുകൾ ഉപയോഗിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരേ ഒരു വചനം നമ്മൾ വായിക്കുന്നത് മത്തായി 28:19 മത്തായി 28:19 യേശു ആണ് ട്രിനിറ്റി പഠിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മത്തായി 28:19 ഞാനൊന്ന് വായിക്കുകയാണെങ്കിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് അവർക്ക് കൊടുക്കുന്നതല്ലാതെ ഇവിടെ പിതാവ് ഉണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ പിതാവ് എന്നതാണ്, പുത്രൻ എന്നതാണ്, പരിശുദ്ധാത്മാവാണ്, ഞങ്ങൾ ഒരു ഔസിയയാണ്, അതേസമയം ഞങ്ങൾ 3 പേഴ്സൺസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ് അവിടെ ഒന്നും പഠിപ്പിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ കർത്താവ് ചില കാര്യങ്ങളെ അവരോട് പറയുകയാണ്. എന്നാൽ അതിന് മുൻപായി കർത്താവ് ചില കാര്യങ്ങളോട് പറയുന്നത്, അവരോട് കൽപ്പിച്ച ഈ കാര്യം അവർ ഇവിടെ അവരെ കമ്മീഷൻ ചെയ്ത കാര്യം അവര് ചെയ്യാൻ വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കമാൻഡ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർ ഉടനെ പോയി ചെയ്യാനുള്ളതല്ല നമ്മൾ കാണുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നത്. ഈ വാഗ്ദത്തം ലഭിച്ച് കാത്തിരുന്നതിന് ശേഷം ഇവരെവിടെയും ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ ടൈറ്റിൽ അവർ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല ആ ടൈറ്റിൽ അവർ പറയുന്ന സ്നാനവും കഴിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ആശയം എന്നെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെ പഠിപ്പിച്ചത് കർത്താവാണ് എന്ന് അവരുടെ ഈ വാദത്തിന് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഓർക്കുന്നു. അപ്പോ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 നിന്നാണല്ലോ. അവിടെ അദ്ദേഹം ചോദിച്ചത് ട്രിനിറ്റി എന്നൊരു സംഗതി യേശു ക്രിസ്തു പഠിപ്പിച്ചോ എന്നുള്ളതാണ്. പക്ഷേ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും വിശ്വസിച്ചു പോകുന്നത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അത് 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും അതിന് പെട്ടെന്ന് കുറിക്കുവാനായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദം ട്രിനിറ്റിയാണ്. ട്രിനിറ്റി അല്ലെങ്കിൽ തൃത്വം എന്ന വാക്കാണ്. അപ്പോ ദൈവവചനത്തിൽ അങ്ങനെ ഒരു വാക്കോ അങ്ങനെ പഠിപ്പിച്ചതായിട്ടോ യാതൊരുവിധ തെളിവുകളുമില്ല. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും അത് ട്രിനിറ്റി ആണെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. കാരണം ആരോട് ചോദിച്ചാലും ട്രിനിറ്റി ഉണ്ടോ, തൃത്വമുണ്ടോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, അത് 28-19 പക്ഷെ അവിടെ എവിടെയാണ് ട്രിനിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്? ഇനി ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ? ബ്രാക്കറ്റിലും എഴുതിയിട്ടില്ല. പിന്നെ അവിടെ എവിടെയാണ് ട്രിനിറ്റി വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു സംഭവമേ അവിടെ കാണാറില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അത് 3 വ്യക്തികളാണെങ്കിൽ 3 പേരെന്ന് പറഞ്ഞതിനെ വരുന്നു. ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്, വിൽസം ഇരിക്കുന്നു, ജോസ് വർഗീസ് പാസ്റ്റർ ഇരിക്കുന്നു, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും പേരുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നാമങ്ങളിൽ നിന്ന് വരത്തുള്ളൂ, അല്ലെ? വിൽസം ബ്രദറിന്റെ നാമം, അല്ലെങ്കിൽ ജോസ് വർഗീസ് ബ്രദറിന്റെ നാമം, അല്ലെങ്കിൽ വർഗീസിന്റെ നാമം, ഇങ്ങനെ 3 നാമങ്ങൾ വരും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ 3 പേരുണ്ടെങ്കിൽ അത് നാമങ്ങളിൽ നിന്ന് വന്നതിനായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന നാമത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെയാണ് 3 പേഴ്സൺസ് വരുന്നത്? 3 പേഴ്സൺസ് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. ദൈവവചന വിരുദ്ധമാണത്. കാരണം എനിക്ക് തോന്നുന്നു 100-ൽ 99% വരുന്ന ക്രിസ്ത്യാനികളും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന 3 പേരുണ്ട്. കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട്. അങ്ങനെ ആരോ പറഞ്ഞ് തെറ്റിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പാഷാണ്ഡതയാവാം അത്. പണ്ട് തൊട്ടേ അത് വന്നിരിക്കുന്ന ഏതോ ഒരു പാഷാണ്ഡത, അല്ലെങ്കിൽ അറിയൂസ് ശക്തികൾക്കെതിരെ ഓർഗിനും തെർത്തുല്യനും ഒക്കെ എഴുതിയ എന്തോ ഒരു പാഷാണ്ഡതയാണ്. കാരണം 3 പേരുണ്ടെന്ന് തെളിയിക്കുവാനായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് 3 പേരാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. കാലകാലങ്ങളായി അത് തെറ്റിദ്ധരിക്കപ്പെട്ടു വരികയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, പല കാലങ്ങളായിട്ട് അതുള്ള കാര്യമാണ്. കാരണം പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൽ മറ്റൊരു വ്യക്തി ഉള്ളതായിട്ട് ഒരിടത്തും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും ഭൂമിയിലും ദൈവമാകുന്നു, യഹോവയെ പോലെ പരിശുദ്ധനില്ല, യഹോവയെ പോലെ ഒരുത്തനുമില്ല, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറെ ആരുള്ളൂ, യഹോവയെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവും ഇല്ല, യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല. അപ്പോ ഈ 3 പേരുണ്ടെങ്കിൽ തന്നെ
ഈ 3 പേർക്ക് ദൈവത്വം ഏതായാലും വിഭജിച്ചു കൊടുക്കണം, അല്ലെ? മൂന്ന് പേർക്കും നിശ്ചയമായും ദൈവത്വം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട് ഈ തൃത്വത്തിനകത്ത്. 3 പേർക്ക് നിശ്ചയമായും ദൈവത്വമുണ്ട്, പക്ഷെ തുല്യരായ ദൈവമാണെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ മൂന്നായിട്ട് എന്ത് പറയാനും പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇന്നെ പോലെ ഒരുത്തരില്ല. അപ്പൊ യഹോവയായ ദൈവം തന്നെ പറയുന്നു, എന്നിൽ മറ്റൊരുത്തരില്ല എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞ ദൈവം പിന്നീട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ വാക്ക് മാറ്റുമോ? എന്നിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ആ ദൈവം സമ്മതിക്കുമോ? ആ ദൈവം വ്യാജം പറഞ്ഞതല്ലേ നമ്മളോട്? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സംഗതി 3 വ്യക്തികളെയോ തൃത്വം എന്ന സംഗതിയോ കാണിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് വീണ്ടും വെളിപ്പെടുത്തിയനേമായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത് പീലിപ്പോസ് ആണ്. പീലിപ്പോസിന് ഒരു സംശയം ഉണ്ടാകുന്നു. പീലിപ്പോസ് പറയുന്നു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറയുന്നു. പക്ഷേ അതിന് യേശുക്രിസ്തു കൊടുക്കുന്ന മറുപടി, അല്ലെ, ഇത്രയും കാലം പറഞ്ഞത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നതിനിടയ്ക്ക് പീലിപ്പോസിന് സംശയമുണ്ടായി. പീലിപ്പോസ് സംശയത്തോടെ ചോദിച്ചു, പിതാവിന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ എന്നാണ് യേശുക്രിസ്തു പീലിപ്പോസിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരാളില്ല എന്നുള്ള കാര്യം. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ അനിൽക്കുടിത്തോട്ടം പാസ്റ്റർ പറയുന്നു അവരെ 3 ദൈവമുള്ളവരാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം പറഞ്ഞു പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അപകടം നിലനിൽക്കുന്നു പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. അതിനകത്ത് എന്ത് അപകടമാണ് നിലനിൽക്കുന്നത്? മോശ പഠിപ്പിച്ചത് എന്താണ്? ഏകദൈവം എന്നാണ് മോശ പഠിപ്പിച്ചത്. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചത് എന്താണ്? ഏകദൈവമേ നമുക്കുള്ളൂ, ദൈവം ഒരുവൻ എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതിനകത്ത് എന്താണ് തെറ്റ് വരുന്നത്? അതിനകത്ത് എന്താണ് അപകടം വരുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു പിതാവ് എന്ന് പറയുമ്പോൾ ദൈവത്തെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ സകല ജഡങ്ങളുടെ ഉടയവനായതുകൊണ്ടാണ് അവനെ പിതാവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അവനെ പുത്രൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവന് രക്ഷയുടെ ബന്ധത്തിലാണ്, അവൻ വീണ്ടെടുപ്പുകാരനായതുകൊണ്ടാണ്. അതായത് മാനിഫെസ്റ്റേഷൻ ആണ് പുത്രത്വം എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിനെ അനുസരിക്കാതെ അവർ പറയുന്നു തൃത്വത്തിലെ ഒന്നാമൻ, അല്ലെ? നമ്മൾ പഴയ നിയമത്തെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറയുമ്പോ അവർ വിചാരിക്കുന്നത് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളോട് ആലോചിച്ചു, രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളോട് ആലോചിച്ചു, ഇങ്ങനെയാണ് സൃഷ്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ് അവർ വിശ്വസിച്ച് വരുന്നത്. അത് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. എഫെസ്യർ ലേഖനത്തിൽ പറയുന്നു എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് എഫെസ്യർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. അപ്പൊ ഒരുവൻ എന്ന് പറയുന്നത് അംഗീകരിക്കാതെ മൂവൻ എന്ന് പറയുന്നതിലേക്ക് ഓടുമ്പോഴാണ് അപകടം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് അനിൽക്കൊടിത്തോടും പാസ്റ്ററെ പോലുള്ള തൃത്വക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അപകടം അവിടെ നിന്നിട്ട് പോലും ആ അപകടത്തെ മനസ്സിലാക്കാതെ വീണ്ടും തൃത്വമാണ്, ഏകദൈവമാണെന്ന് പറഞ്ഞിട്ട് അതിനെ തൃത്വമാക്കി ചിത്രീകരിക്കുന്ന ഇവരുടെ ഈ ചിത്രീകരണം എന്താണ്? ഏറ്റവും വലിയ തെറ്റിലേക്കാണ് ഇവരിപ്പോഴും ജനങ്ങളെ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഹല്ലേലൂയ സ്തോത്രം പറയുവാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരോ മോശയോ യേശുക്രിസ്തുവോ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ 3 പേരാണ് എന്ന്. അപ്പൊ 3 പേരാണെന്ന് പഠിപ്പിക്കാത്തിടത്തോളം കാലം അത് പറയുന്നതും തെറ്റാണ്, ദൈവവചന വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയും ദൈവവചനത്തിലുള്ള അതേ കാര്യങ്ങൾ അതേപതി അനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്നത് പോലെ തൃത്വം എന്ന് പറയുന്ന സംഗതി ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്. അത് എടുക്കുവാൻ ദൈവവചനം അനുസരിക്കുന്ന ഒരു വിശ്വാസിക്കും അവകാശമില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചു കൊള്ളട്ടെ. കാരണം ഈ വചനം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ വചനം ആർക്കും നിഷേധിക്കാനോ ആർക്കും അത് തിരിച്ചെഴുതാനോ യാതൊരു അവകാശവും ഇല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആൻസർ എല്ലാവർക്കും ലഭിച്ചു എന്ന് കരുതുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഹല്ലേലൂയ. ഗിവറീസ് വളരെ വ്യക്തമാണ് ഗിവറീസിന്റെ ഉത്തരം.
മാത്രമല്ല നമ്മള് ബൈബിൾ പഠിക്കുമ്പോൾ ഒന്നുകിൽ ട്രിനിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരും പഴയ നിയമത്തെ പാടെ തള്ളിക്കളയുകയാണെങ്കിൽ പിന്നെ അവർക്കൊരു ഡോഗ്മ ക്രിയേറ്റ് ചെയ്യാം, സൃഷ്ടിച്ചെടുക്കാൻ വളരെ എളുപ്പമുണ്ട്. പുതിയ നിയമത്തിൽ ഒരു പഴയ നിയമത്തിന്റെ അടിസ്ഥാനം ഉപയോഗിക്കാതെ ഒരു ട്രിനിറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉള്ളതാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഈ പ്രമാണങ്ങൾ കൊടുക്കുന്ന ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനോട് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ ദൈവം തന്നെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ളത് താൻ ഏകനാകുന്നു എന്നുള്ളതാണ്. ആ ഏകനായി നിൽക്കുന്ന ആ ദൈവത്തെ ഈ 28:19 ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു തന്നെ ചുമതല ഏൽപ്പിക്കുന്നത് ഈ അപ്പോസ്തലന്മാരെ, ഈ അനിൽ കൊടുത്തോട്ടമോ ഏതെങ്കിലും ഒരു പെന്തക്കോസ്തുകാരോ എന്തിന് ഈ 1902 കാലഘട്ടങ്ങളിൽ അസൂസ സ്ട്രീറ്റ് റിവൈവൽ ഉണ്ടായ ആദ്യത്തെ പ്രാഥമിക പെന്തക്കോസ്തുകാർക്കോ അവകാശപ്പെടാൻ കഴിയില്ല. ദൈവം തങ്ങൾക്ക് ഈ കമ്മീഷൻ തന്നുവെന്ന്. ഈ കമ്മീഷൻ കൊടുത്തത് യഹൂദ അടിസ്ഥാനമുള്ള അപ്പോസ്തലന്മാർക്കാണ്. അപ്പം അപ്പോസ്തലന്മാരോട് പറഞ്ഞത് എന്താണ്? ഇത് നിങ്ങൾ പഠിപ്പിച്ച് ഇത് പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കാൻ പറഞ്ഞ അവർ ഉപദേശിച്ചത് എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർ ഉപദേശിക്കാത്തത് അവർ എഴുതിയതായി പറയുന്ന പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ട് ഇത്തരം കാപട്യങ്ങളെ കൊണ്ടുവരുമ്പോ നമ്മൾ ഓർത്തു പോകുന്ന ഒരു വചനം സംഖ്യ 23:19 കാരണം കർത്താവ് പറയാണ്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അവനൊരിക്കലും താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ഒരു അനുതാപത്തിന്റെ ആവശ്യമില്ല. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവൻ അനാദിയായി ശാശ്വതമായി ദൈവമാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അടിസ്ഥാനപരമായി തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന, പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനങ്ങളെ പുതിയ നിയമത്തിൽ അതേ പഴയ നിയമത്തിൽ എഴുതിയ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ ആത്മാവ് ലഭിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, ആത്മാവില്ലാത്തത് കൊണ്ട് ബുദ്ധിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരുവെഴുത്തുകളെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്ന എന്ന് ഹല്ലേലൂയ യൂദായുടെ ലേഖനത്തിൽ പറയുന്നവരുടെ ഗണത്തിലേക്ക് പോവുകയാണ് ഈ പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്ന ആഗമന സമൂഹം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഖേദകരമായ ഒരു സത്യമാണ്. എങ്കിലും നമുക്ക് ഈ രണ്ട് സ്ട്രീമുകൾ ലോകത്തിലുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഞാൻ ജോയ് പാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ വിശദമായ മറുപടി ആവശ്യമുള്ള ചില വേദഭാഗങ്ങളാണ് ഞാൻ പാസ്റ്ററോട് ചോദിക്കാനായിട്ട് ഞാൻ പ്രാരംഭത്തിൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞത്. ഇപ്പോ ഈ ബൈബിളിൽ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഗവേഷണം ചെയ്ത് നടക്കുന്ന ഒരു ആവശ്യം എല്ലാ പെന്തക്കോസ്തുകാർക്കും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ബൈബിളിൽ റെവലേഷൻ, വെളിപ്പാടുകൾ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇവര് പേഴ്സണെ തപ്പി നടക്കുകയാണ് വരികൾക്കിടയിലൂടെ. നമ്മൾ ദൈവവചനത്തിന് മർമ്മങ്ങൾ പ്രകാശിപ്പിച്ച് കിട്ടാൻ വേണ്ടി തിരുവെഴുത്തുകളെ നമ്മള് ബൈബിളിലെ ഇണവാക്യങ്ങളെ തപ്പിക്കൊണ്ട് പോകുമ്പോൾ ഇവരുടെ അധ്വാനം, പ്രയത്നങ്ങളും ഇവരുടെ എക്സ്കവേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു വാക്യത്തിനകത്ത് പിതാവ് എന്നുള്ള കോൺസെപ്റ്റുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ, പുത്രൻ എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉണ്ടോ, ആത്മാവിന്റെ എന്തെങ്കിലും പ്രകാശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അങ്കിൽ ശരി അവിടെ ഇതാ തൃത്വം കിടക്കുന്നതെന്ന് പഠിപ്പിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യേശുവിനെ ദൈവം ഉയർപ്പിച്ചുവെന്നും യേശു സ്വയം ഉയർത്തുവെന്നും അതുപോലെ സുവിശേഷീകരണത്തിൽ ദൈവം ത്രിയേകനായി പ്രവർത്തിച്ചുവെന്നും അതുപോലെ യൂഡിന്റെ ലേഖനത്തിലും പിന്നെ 1 പത്രോസ് 1:2 അതുപോലെ തന്നെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്ന പോളിന്റെ 1 തിമോത്തി 3:16 തുടങ്ങിയുള്ള ലേഖന ഭാഗങ്ങളിൽ നിന്നും ഒരു ട്രിനിറ്റി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു പെന്തക്കോസ്റ്റൽ പ്രഭാഷകനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതിനോടകം കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ച വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 5:6 മറ്റും അതുപോലെ സഭാ നടത്തിപ്പിന്റെ കാര്യത്തിൽ യോഹന്നാൻ 15:26 1 പത്രോസ് 1:2 യൂദായുടെ ലേഖനം 20:21 ഈ ഭാഗങ്ങളൊക്കെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് പാസ്റ്റർക്ക് ഈ വാക്യങ്ങള് പരിശോധിച്ചിട്ട് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ശരിയായ ഉത്തരം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പാസ്റ്റർക്ക് കഴിയും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ ഈ ചോദ്യം പാസ്റ്റർ മുമ്പിലേക്ക് വെക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും കേൾവിക്കാരായിരിക്കുന്ന ഏവരും യാഥാർത്ഥ്യം എന്തെന്ന് ഈ അന്ത്യകാലത്തെങ്കിലും മനസ്സിലാക്കി മുൻപോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസന്മാർ 2 പേര് സംസാരിച്ചു.
കർത്താവിന്റെ ദാസൻ ഗീവറീസ്, കർത്താവിന്റെ ദാസൻ വിൽസൺ ബെഞ്ചമിൻ, രണ്ടുപേരും വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു. ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന നിലയിലാണ് അവർ സംസാരിച്ചത്. ഇവിടെ നമ്മൾ തൃത്തക്കാര് പറയുന്ന വാദങ്ങൾ ശ്രദ്ധിച്ചാൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഏതൊരു വ്യക്തിക്കും അറിയാം അത് ഭോഷത്വമാണ് അവർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത് നമ്മളിവിടെ കേട്ടു, പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പറഞ്ഞു കർത്താവാണ് തൃത്വം പഠിപ്പിച്ചത്. വെറും വിഡിതവാദം. അതൊരിക്കലും അങ്ങനെയല്ല. കർത്താവാണ് തൃത്വം പഠിപ്പിച്ചത്. ഈ തൃത്വം എന്നുള്ള ആശയം ഉണ്ടായത് AD 325 ശേഷമാണ്. യേശു നാമക്കാരുടെ തലതൊട്ടപ്പൻ അറിയൂസും ഒന്നുമല്ല. അത് അദ്ദേഹത്തിന് അറിയൂസിന്റെ ഉപദേശം എന്തായിരുന്നു എന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അതങ്ങനെ സംഭവിച്ചത്. യേശു നാമക്കാരുടെ ഉപദേശം അറിയൂസിന്റെ ഉപദേശം ഒന്നുമല്ല. നമ്മുടെ യഥാർത്ഥ ഉപദേശകര് കർത്താവ് ഏൽപ്പിച്ച അപ്പോസ്തലന്മാരാണ്. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകണമെന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആശയം ഞാൻ ഇവിടെ കണ്ടിക്കുകയാണ്. യേശുക്രിസ്തുവാണ് തൃത്വം പഠിപ്പിച്ചത്. അത് ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ വിഡിത്തം. ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എന്ന് ചോദിച്ചാൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തത്വജ്ഞാനം വെറും വഞ്ചന. തൃത്വം, ത്രിയേകം എന്നൊക്കെ പഠിപ്പിക്കുന്നത് തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണ്. അപ്പൊ അപകടത്തിലൂടെ പോകുന്നവരാണ് ഈ അനിൽക്കുടത്തോട്ടം തൃത്വക്കാർ മുഴുവൻ. വലിയ പ്രതിസന്ധിയിലൂടെ, ദുരന്തത്തിലൂടെ അവർ കടന്നു പോകുന്നത്. അവർ സ്വതന്ത്രം പ്രാപിച്ചിട്ടില്ല. AD 325 കൊണ്ടുവന്ന സാത്താനാൽ കൊണ്ടുവരപ്പെട്ട തൃത്വമെന്ന അടിമച്ചങ്ങല അവരെ ബന്ധിച്ചിരിക്കുക. അവർ വാസ്തവത്തിൽ ആ തൃത്വമെന്ന ഈ അടിമ നുഖത്തിൽ കിടന്നുകൊണ്ട് തൃത്വം തെളിയിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബൈബിളിന്റെ ആശയമല്ല അവർ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ ചില വാക്യമെടുത്ത് 2, 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അങ്ങനെ തൃത്വമാകും. അപ്പോൾ യേശുക്രിസ്തു ഈ തൃത്വത്തെ എതിർത്തിട്ടുണ്ടെന്ന് ഞാൻ ബൈബിളിലൂടെ തെളിവ് തരാം. വെളിപ്പാട് ദിവസം അവസാനം വരുമ്പോൾ AD 325 കുസ്തോന്തിനോസിനാൽ സ്ഥാപിക്കുവാനുള്ള ഈ തൃത്വോപദേശം കർത്താവായ യേശു എതിർത്തിട്ടുണ്ട്. എങ്ങനെയാണ് എതിർത്തത്? ഞാൻ പറയാം. ഇങ്ങനെ തൃത്വം വരുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ആ തൃത്വം വരുമ്പോൾ തൃത്വത്തിൽ ഒന്നാമൻ പിതാവ്, തൃത്വത്തിൽ രണ്ടാമൻ പുത്രൻ, തൃത്വത്തിൽ ഒടുക്കത്തവൻ പരിശുദ്ധാത്മാവ്, മൂന്നാമത്തവൻ പരിശുദ്ധാത്മാവെന്ന്. ഇത് തന്നെ വ്യാജമല്ല, തത്വജ്ഞാനം വെറും വഞ്ചനയുമല്ലേ? കാരണം തൃത്വത്തിൽ ഒന്നാമൻ പിതാവ്, തൃത്വത്തിൽ രണ്ടാമൻ പുത്രൻ, തൃത്വത്തിൽ മൂന്നാമൻ പരിശുദ്ധാത്മാവ്. വാസ്തവത്തിൽ ഈ രണ്ടാമൻ എങ്ങനെ ഉളവായി എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവൻ പരിശുദ്ധാത്മാവിലാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ മൂന്നാം സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന കൊടും ചതിവല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാമൻ പിതാവ്, രണ്ടാമൻ പുത്രൻ, മൂന്നാമൻ. ഈ പുത്രൻ ഇവിടെ കടന്നു വരാൻ അത് മറിയ പറയുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കും? ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. ഉടനെ ദൂതൻ എന്താ പറയുന്നത്? അത് പരിശുദ്ധാത്മാവിലാകുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിൽ, തന്റെ ഉൽപാദനം പരിശുദ്ധാത്മാവിലാണെന്ന് പറയുന്നു. ഈ പരിശുദ്ധാത്മാവിലാകുന്ന ഈ അപ്പനെ കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റിവെച്ച് പുത്രൻ രണ്ടാം സ്ഥാനത്തേക്ക്. എന്നാൽ ഇതിനെയൊക്കെ യേശു ഖണ്ഡിച്ചിട്ടുണ്ട്. ഈ അനിൽ കൊടുത്തോട്ടം പാഷ് തൃത്വം യേശുക്രിസ്തു ആണ് കൊണ്ടുവന്നെന്ന് വ്യാജം പറയുന്ന ഈ വ്യാജത്തിനെതിരെ യേശു സംസാരിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം. ഈ ഒന്നാമത്തവനും ഒടുക്കത്തവനും ഞാൻ തന്നെയാണ്. തീർന്നില്ലേ? തൃത്വത്തിന്റെ ഗതികെട്ട ദുരന്തം അവിടെ തുടങ്ങുകയല്ലേ? ഒന്നാമത്തവനും ഒടുക്കത്തവനും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ പിതാവും ഈ പരിശുദ്ധാത്മാവും ഞാൻ തന്നെയാണ്, ദൈവ ആത്മാവാണെന്നേ. അപ്പം തൃത്വം സ്ഥാപിക്കുവാൻ യേശുവാണ് പഠിപ്പിച്ചതെന്ന് തത്വജ്ഞാനം വെറും വഞ്ചനയുമായിട്ട് വരുന്ന ഈ തൃത്വക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ കൊടും വഞ്ചനയായി ചെയ്യുന്നത്. അവരീ വഞ്ചിച്ചുകൊണ്ട്, ജനങ്ങളെ, സാധുക്കളെ വഞ്ചിച്ചുകൊണ്ട് അവർ തൃത്വം യേശു പഠിപ്പിച്ചു എന്ന് വ്യാജം അയാള് ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. വ്യാജമല്ലേ അത്? യേശു തൃത്വത്തിനെതിരായിരുന്നു. AD 325 കടന്നു വരുന്ന പിതാവ്, തൃത്വത്തിൽ ഒന്നാമൻ പിതാവ്, തൃത്വത്തിൽ രണ്ടാമൻ പുത്രൻ, മൂന്നാമൻ ഒടുക്കത്തവൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ യേശു പറയുക, രണ്ടാമൻ എന്ന് പറയുന്ന, അവർ രണ്ടാമൻ എന്ന് പറയുന്ന യേശു പറയാ, ഈ ഒന്നാമത്തവനും ഒടുക്കത്തവനും ഞാൻ തന്നെയാണ്. തൃത്വത്തിന്റെ കടയ്ക്ക് കത്തിവെച്ചവനാണ് യേശു ക്രിസ്തു, യാതൊരു സംശയമില്ല. അപ്പോ പിന്നെ യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ ദാസൻ ചോദിച്ച പോലെ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതാര്? ബൈബിളിൽ പല വാക്യങ്ങള് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. റോമർ 6-ൽ പറയുന്നത് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റു. യോഹന്നാൻ 2:19 വായിക്കുമ്പോ
യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. ഞാൻ പണിയും. യേശുവിനെ ഉയർപ്പിച്ചത് യേശു തന്നെയാണെന്ന് ഇവിടെ തൃത്വക്കാർ വിശ്വസിച്ചില്ലെങ്കിലും ബൈബിൾ അതങ്ങനെ പഠിപ്പിക്കുന്നു. അവർക്ക് തൃത്വം തെളിയിക്കണം. അതിനുവേണ്ടി വ്യാജം പഠിപ്പിച്ച് ജനങ്ങളെ വെറും വഷളാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ യേശു ക്രിസ്തു പറയാ, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയാമെന്നാ പറഞ്ഞത്. ഞാൻ എന്റെ അപ്പൻ പണിയും, എന്റെ പിതാവ് പണിയും എന്നല്ല പറഞ്ഞത്, ഞാൻ പണിയാം. അപ്പൊ പിതാവ് എന്താണ്, പുത്രൻ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് പഠിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ അവർക്ക് പരിജ്ഞാനമില്ല. ദൈവവചനത്തെ അവർ നിഷേധിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഈ നമ്മുടെ ഗീവറീസ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം അത് ഏക നാമമാണ്. അതിനെക്കുറിച്ച് ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് തൃത്വം തെളിയിക്കണം. ഇവർ അതിൽ അടിമയാണ്, തൃത്വത്തിന്റെ അടിമയാണ് ഇവർ. തൃത്വം ആര് കൊണ്ടുവന്നാ? അത് നമുക്കറിയാം. ബൈബിൾ വായിച്ചാൽ ബാബിലോണിൽ നിന്ന് ഇവർക്ക് കളഞ്ഞു കിട്ടിയ ഒരു ദുഷിച്ച ഒരു സാധനമായി തൃത്വം. ബാബിലോണിൽ നിമ്രോദും സെമിറാമിസും, അതുപോലെ നിമ്രോദിന്റെ ഭാര്യ സെമിറാമിസും തമോസും, ഇതാണ് തൃത്വത്തിന്റെ ആരംഭം. ഈ നമുക്കറിയാം, നിമ്രോദ് എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചതിന് ശേഷം, ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഭാര്യ അവിഹിത ബന്ധത്തിൽ അവൾ ഗർഭിണിയായി. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അവൾ എന്താ, നമ്മളുടെ ഈ നിമ്രോദ് അവൻ രാജാവായിരുന്നു, അവൻ വീണ്ടും ഇവിടെ കടന്നു വരും, അങ്ങനെ അവന് പ്രസാദം തോന്നിയിട്ട് അവൻ എന്റെ ഉദരത്തിൽ വന്നിരിക്കുക, അവൻ തന്നെയാണ് ഇവിടെ കടന്നു വന്നത് എന്ന് വ്യാജത്തിലൂടെ കടന്നു വന്ന, ഒരു അവിഹിത ബന്ധത്തിൽ കടന്നു വന്ന ഈ തമൂസ് എന്ന് പറയുന്ന ഇതാണ് തൃത്വത്തിൽ രണ്ടാമൻ. അപ്പോൾ അത് വെറും അവിഹിത, യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനെന്നോ ത്രിയേകനെന്നോ പഠിപ്പിച്ചാൽ യേശു ക്രിസ്തുവിനെ അവിഹിത ബന്ധത്തിലൂടെ കടന്നു വന്നവനെന്ന് ചിത്രീകരിക്കുന്ന ആ ബാബിലോണിലെ ദുരന്തത്തിന് നിങ്ങൾ ഇവിടുത്തെ തൃത്വക്കാർ കൂട്ടു നിൽക്കുകയാണ്. അതൊരിക്കലും വരുത്, അത് ചെയ്യരുത്. അപ്പോൾ ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ, ഇവർ ഈ വായി തുറന്നാൽ ഇവർക്ക് സ്ഥാപിക്കാനുള്ള തൃത്വം ബൈബിളിൽ ഇല്ലാത്തതാണ്. യേശു ക്രിസ്തു നിഷേധിച്ചതാ. യേശു ക്രിസ്തു അതിന്റെ കടയ്ക്ക് കത്തിവെച്ചതാ. പിന്നെ ഇവർ പൊക്കി എടുത്തോണ്ട് വരിക. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ റബ്ബർക്കായുടെയും തേങ്ങയുടെയും മാങ്ങാക്കൊലയുടെയും ഒന്നും പുറകെ പോകരുത് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ കാരണം? നമ്മൾ നാളുകളായിട്ട് അടി കൊടുത്തു. സൂര്യനെയും തേങ്ങാക്കൊലയും മാങ്ങാക്കൊലയും, അതുപോലെ തന്നെ ചക്ക, മാങ്ങ, തേങ്ങയ്ക്ക് 3 കണ്ണ്, അടുപ്പിന് 3 കല്ല്, ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടുള്ളതാ. ഒരു 60 വർഷം മുൻപേ ഈ തൃത്വക്കാർ പണ്ഡിതന്മാര് പരസ്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സംഗതി അതൊക്കെ. ഇപ്പൊ അവർക്ക് ബോധ്യമായി അതൊക്കെ തെറ്റാണെന്ന്. ഇനി അവർക്ക് തെറ്റാകും. ഈ വ്യാജ തൃത്വം ഇത് പിശാചിൻ്റെതാണ്, അത് നമുക്കതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. തൃത്വം തെളിയിക്കുവാനല്ല വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. രക്ഷകൻ ആരാണ്? നമ്മുടെ ഈവറീസ് ബ്രദർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഈ പിതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിലാ പിതാവ്. അതിന് വാക്യമുണ്ട്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ വെറുതെ വചനത്തിൽ ഇല്ലാത്തത് ഈ അനിൽ കൊടുത്തോട്ടോ ഇവിടുത്തെ തൃത്വ പണ്ഡിതന്മാരെന്ന് ദുരഭിമാനം കൊള്ളുന്നവര് പറയുന്ന പോലെ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നവരല്ല ഞങ്ങൾ. അവിടെ എന്താ അദ്ദേഹം പറഞ്ഞതിന്റെ സാരം എന്താ? മലാക്കി 2:10 വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അപ്പൊ ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് ദൈവം പിതാവായത്. ആ ദൈവം തന്നെ എന്ത് ചെയ്തു? അത് നമ്മുടെ വിൽസൺ ബ്രദർ സൂചിപ്പിച്ചു. എന്താ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നു. ഏത് വചനം? ആദ്യം ഈ സകലത്തെ ഉളവാക്കിയ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ ശബ്ദമുണ്ടല്ലോ, ലോഗോസ്. ആ വചനം ഇവിടെ ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ ജഡത്തിൽ ദൈവം വെളിപ്പെട്ടു. ഏത് ദൈവം? തൃത്വത്തിൽ ഒന്നാമനോ തൃത്വത്തിൽ രണ്ടാമനോ തൃത്വത്തിൽ മൂന്നാമനോ വെളിപ്പെട്ടതെന്നല്ല. ദൈവം ഒരുവനേ ഉള്ളൂ. ഏറ്റവും മുഖ്യ കൽപ്പന ദൈവം ഒരുവൻ എന്നുള്ളതാണ്. ആ ഒരുവനായ ദൈവം ആരോ, ആ ദൈവം വെളിപ്പെട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ അല്ലേ മത്തായി 1:21 പറയുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞ യേശു എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിക്കാൻ എടുത്ത ആ വെളിപ്പാടിനെയാണ് അവിടെ പറയുന്നത്. ആ വെളിപ്പാടിനെയാണ് പുത്രൻ എന്ന് പറയുന്നത്. ആ വെളിപ്പാടിനെയാണ് കുഞ്ഞാടെന്ന് പറയുന്നത്. ആ വെളിപ്പാടിനെയാണ് യോസഫിന്റെ മകനെന്ന് പറയുന്നത്. അത് വിശദീകരിച്ചല്ലോ.
അവൻ യോസഫിന്റെ വേരാണ് എന്ന് പറഞ്ഞാൽ യോസഫ് ഇങ്ങോട്ട് പൊങ്ങി വരാൻ കാരണം അവൻ ദാവീദിന്റെ വേരാണ് എന്ന് പറഞ്ഞാൽ ദാവീദ് ഇങ്ങോട്ട് വരാൻ കാരണം പിതാവ് അവൻ തന്നെയാണ്. അവൻ ദാവീദിന്റെ ശാഖയുമാണ്. ദാവീദിന്റെ വേരും ദാവീദിന്റെ കൊമ്പുമാണ്. അപ്പോൾ ഈ വേരും ഈ കൊമ്പും രണ്ടല്ല. അത് രണ്ടാക്കാൻ ഇവിടെ അനിൽ കൊടുത്തോട്ടമല്ല. എത്ര പണ്ഡിതന്മാരെന്ന് ദുരഭിമാനിക്കുന്ന ഏതൊരു വ്യക്തി വന്നാലും ഈ വേരിനെയും കൊമ്പിനെയും വേരില്ലാതെ കൊമ്പില്ല, വേരില്ലാതെ തടിയില്ല. ഈ വേരിൽ നിന്നാണ് ഈ കൊമ്പ് മുളച്ചു വരുന്നത്. ഏതൊരു വൃക്ഷത്തിന്റെയും വേര്, അതിന്റെ അടിസ്ഥാനം, അതിനെ മുൻപോട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ വേരാണ്. ഈ വേരിനെ മുറിച്ചു മാറ്റിയിട്ട് രണ്ടാക്കി മാറ്റിയിട്ട് ഈ കൊമ്പിനൂടെ വളരാൻ പറ്റില്ല. അപ്പൊ ഈ ദൈവത്തിന്റെ ത്രിവിധമായിട്ടുള്ള വെളിപ്പാടുകളുടെ വ്യാപാര ശക്തി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന മനസ്സിലാക്കാൻ കഴിയാതെ ഇവര് തൃത്വത്തിന് അടിമയായി, വെറും അടിമകള്, ഈ അടിമയായി ഇവര് കിടന്നുകൊണ്ട് തൃത്വത്തിൽ കിടന്നുകൊണ്ട് ഉരുളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ അനിൽ കൊടുത്തോട്ടം പോലെയുള്ള വ്യക്തികൾ ഇത് കാണാൻ കഴിയുന്നത്. അവർക്ക് ദൈവജനത്തിന്റെ മുമ്പിൽ ഒരിക്കലും നേരെ നിൽക്കാൻ പറ്റില്ല. അവര് തന്നെ സമ്മതിച്ചല്ലോ, നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല, തേങ്ങയുടെ കണ്ണിന്റെ ആവശ്യമില്ല, റബ്ബർക്കായുടെ ആവശ്യമില്ല, സൂര്യന്റെ ആവശ്യമില്ല. ദൈവത്തെ തെളിയിക്കാൻ ഈ മാന്യന്മാരൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് തലയും കുത്തി മറിഞ്ഞ് ഉരുണ്ടതാണ് ഈ സംഗതികൾ. ദൈവത്തിന് തേങ്ങയ്ക്ക് 3 കണ്ണില്ലേ, അടുപ്പിന് 3 കല്ലില്ലേ, റബ്ബർക്കായ്ക്ക് 3 കുരുവില്ലേ? ഞാന് 4-5 കുരുവുള്ള റബ്ബർക്ക. കാരണം ഞാനും എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നതായതുകൊണ്ട് അവിടെ ധാരാളം തോട്ടമുണ്ടായിരുന്നു. അവിടെ എനിക്ക് റബ്ബർക്കായിൽ നിന്ന് ഞങ്ങളുടെ പറമ്പിലും ഉണ്ടായിരുന്ന റബ്ബറിൽ നിന്ന് 3-4 കുരു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ റബ്ബർക്കായുടെ കുരുവിനെ ആശ്രയിച്ച് ഇവർ തൃത്വം സ്ഥാപിച്ചോ നല്ല കാര്യമാണ്. ദൈവവചനത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് തൃത്വം തെളിയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും കഴിയുകയില്ല, ഒരിക്കലുമില്ല. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ചതിക്കരുത് ജനങ്ങളെ. ഈ തൃത്വം എന്ന് പറയുന്ന കൊടും വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങരുത്. അവർക്ക് തൃത്വം തെളിയിക്കാൻ മാത്രമേ സമയമുള്ളൂ. നമ്മൾ തൃത്വം തെളിയിക്കുകയല്ല, നമ്മൾ തെളിയിക്കേണ്ടത് യേശു ഏക സത്യ ദൈവമാണെന്ന് വെളിപ്പാട്. അതാണ് വെളിപ്പാട്. അല്ലെങ്കിൽ ഏത് പൊട്ടനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തിയാണെന്ന് ഏത് പൊട്ടനും പറയാൻ സാധിക്കും. ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന ഒരു കുട്ടി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എത്ര പേരാ? 3 പേര്. അതല്ല വെളിപ്പാട്, അത് വെളിവുകേടാ. ഈ മനുഷ്യന്റെ നിലയിൽ ചിന്തിക്കുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് മനുഷ്യന്റെ നിലയിലാണ് ചിന്തിക്കുന്നത്. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ മണ്ണുകൊണ്ടുള്ളവരാ, ഞാൻ ഈ മണ്ണുകൊണ്ടുള്ളവനല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നുള്ളവരാ, ഞാൻ ഇവിടെ നിന്നുള്ളവനല്ല. അപ്പം ദൈവത്തിന് പിതാവിനും പുത്രനും ഒന്നാകാൻ കഴിയുമോ? ഒന്നാകാൻ കഴിയില്ല പ്രിയ സ്നേഹിതരെ. മനുഷ്യരെ സംബന്ധിച്ച് ഈ അനിൽ കൊടുത്തോട്ടം പറയുന്ന അതിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നാകാൻ പറ്റില്ല. കാരണം മനുഷ്യനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാരാ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനാ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവന് പിതാവിന് തന്നെ പുത്രനാകാൻ കഴിയും. അവന് മനുഷ്യരാൽ അസാധ്യമാണ്. പക്ഷേ സകലതും ദൈവത്താൽ കഴിയുമെന്ന് ഈ അനിൽ കൊടുത്തോട്ടം ഉൾപ്പെടെയുള്ള തൃത്വത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം അത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ ദുരന്തത്തിലൂടെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ വചനത്തെ നിന്ദിക്കുന്നവരാ. നിങ്ങൾ വചനത്തെ എടുത്ത് തൃത്വം തെളിയിക്കാൻ വേണ്ടി വൃഥാ പരിശ്രമം നടക്കുകയാണ്. അത് വളരെ പരാജയത്തിലേക്ക് കടന്നു പോകുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്യവചനത്തിന്റെ ഉറപ്പിന്മേൽ ഇതല്ലേ ഞങ്ങള് ഈ പ്രസംഗിക്കുന്ന കാര്യം. ആരെങ്കിലും ഞങ്ങളെ പൈസ തന്നിട്ട് പ്രസംഗിക്കുന്നൊന്നുമല്ല. സത്യം ഇതിൽ നിന്ന് വിട്ടുമാറാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി നിലകൊള്ളുക. അവിടെ അതിനെ എതിർക്കാൻ ഇവിടുത്തെ ഒറ്റ തൃത്വ പണ്ഡിതന്മാർക്ക് കഴിയില്ല. നമുക്കറിയാം, ഇവിടെ പല തൃത്വ പണ്ഡിതന്മാരെന്ന് പറയുന്ന വ്യക്തികള് അമേരിക്കയിൽ പോയി രഹസ്യത്തിൽ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട പലരെയും അറിയാം. അങ്ങനെ സ്നാനപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുൻപ് ആദ്യം ഈ അനിൽ കൊടുത്തോട്ടം ഷാർജയിൽ തൃത്വം തെളിയിക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് കുളഞ്ഞിക്കൊമ്പിലുമായിട്ടായിരുന്നു അന്നത്തെ സംവാദം നടന്നത്. അത് അവിടെ വെച്ച് പറഞ്ഞ വാക്കുണ്ട്. എന്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുകയില്ല. ആ പണ്ട് ആ ഷാർജയിൽ നടത്തിയ അത് എടുത്തു നോക്കിയാൽ അതിനകത്ത് കാണും. വേണമെങ്കിൽ നമുക്ക് തൃത്വം മാറ്റിക്കളയാമേ. തൃത്വം നമുക്ക് മാറ്റിക്കളയാം. അതിന് പറ്റിയ വേറൊരു വാക്കിന് കൊണ്ടുവന്നാൽ നമുക്ക് തൃത്വം എടുത്ത് മാറ്റിയേക്കാമെന്ന്. ഞങ്ങൾക്ക് മനുഷ്യൻ്റെതായതുകൊണ്ട് ഇത് മാറ്റാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടൊന്നും ഇതിനകത്തില്ല. ഞങ്ങൾക്ക് ഒരിക്കലും മാറ്റേണ്ട വരികയില്ല. അവർക്ക് തൃത്വം മാറ്റേണ്ടി വരും, തൃത്വം തിരുത്തേണ്ടി വരും. സത്യം തിരുത്താൻ ഒരുവനും കഴിയില്ല, ഒരു പണ്ഡിതനും കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം യേശുവിനെ ഉയർപ്പിച്ചത് യേശു തന്നെ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ, നമുക്കറിയാം, ഉദാഹരണമായിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്യത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരിക്കൽ അനന്യാസ് സഫീറ നിലം വിറ്റതിന് ശേഷം
അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് കുറച്ചു ഭാഗം മാറ്റിയതിനു ശേഷം കടന്നു വന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലാണ്. അവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു, നിങ്ങൾ ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്, നിങ്ങൾ ആത്മാവിനോടാണ് വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞാൽ 3 വ്യക്തികളോട് വ്യാജം കാണിച്ചതെന്നല്ല അതിന്റെ അർത്ഥം. ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവം. ദൈവം ആത്മാവാണ്. ആത്മാവിന്റെ പ്രവൃത്തിയാണ് കൊരിന്ത്യ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ ഒരാത്മാവിന്റെ വിവിധ നിലകളിലുള്ള പ്രവൃത്തി. അതുകൊണ്ട് ദൈവം ഈ ജഡത്തിൽ വെളിപ്പെടാൻ കാരണം അങ്ങനെ വെളിപ്പെടുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെശയ്യാ പ്രവചനം 25:9 വായിക്കുമ്പോൾ, ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മളെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വന്നവൻ യഹോവയായ ഏക ദൈവമാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ യേശു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. പ്രവാചകന്മാർ യഹോവ തന്നെയാണ്, ദൈവം തന്നെയാണ് ഇവിടെ രക്ഷിക്കാനായിട്ട് ജഡത്തിൽ വെളിപ്പെട്ട് വന്നതെന്ന് പ്രവാചകൻ പറയുമ്പോൾ യേശു പറഞ്ഞ എന്തുവാ? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് മന്ദബുദ്ധിയാ, ഇവർ പണ്ഡിതന്മാരൊന്നുമല്ല, ഇവര് മന്ദബുദ്ധികളാ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കുറച്ചു ഭാഗം മാത്രം വിശ്വസിച്ചുകൊണ്ട് തൃത്വം തെളിയിക്കുവാനായിട്ട് ഓടി നടക്കുന്ന ഈ തൃത്വ പണ്ഡിതന്മാര് നിങ്ങൾ ദുരന്തത്തിലാണ്, നിങ്ങൾ വലിയ അപകടത്തിലാണ്, നിങ്ങൾ നാശത്തിലാ. നിങ്ങൾ മാത്രം നാശത്തിലേക്ക് പോവുകയല്ല, ഒരു കൂട്ടം ജനത്തെയും നിങ്ങൾ നാശത്തിൽ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ഏക ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് പാസ്റ്റർ വാക്കുകൾ. കാരണം ഈ പെന്തക്കോസ്തുകാരുടെ ട്രിനിറ്റേറിയൻ ഉപദേശം എന്നുള്ളത് കേവലം പെന്തക്കോസ്തുകാരുടെ മാത്രമല്ല, പട്ടത്ത സഭകളുടെ കത്തോലിക്കരുടെ ഉപദേശമാണെങ്കിലും അവർക്ക് വ്യക്തമായി പറഞ്ഞാൽ ട്രിനിറ്റി, തൃത്വം എന്ന പദങ്ങൾ ഉപയോഗിക്കുമെന്നുള്ളതിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കാനോ അതിനെ വിശദീകരിക്കാനുള്ള ശേഷി അവർക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് പിശാചിന്റെ ഈ തൃത്വോപദേശത്തെ നമുക്ക് ഖണ്ഡിക്കാനുള്ളത് പ്രധാനപ്പെട്ടതും മെയിൻ സ്ട്രീം പെന്റക്കോസ്റ്റൽസിനോടാണ്. ഈ ഉപദേശം തന്നെ വിചിത്രവും കപടവും വ്യാജവുമായ ഒരു തത്വസംഹിതയാണ്. ഈ ദൈവം ബഹുത്വമുള്ള ഏകത്വമാണെന്നും ദൈവത്തിൽ സാരാംശമുണ്ടെന്നും ആ സാരാംശത്തിൽ ദൈവങ്ങൾ 3 ഉണ്ടെന്നും ഒക്കെയുള്ള ഈ കപടമായ ഉപദേശം അവര് പിടിച്ചുകൊണ്ട് അവരുടെ പ്രോഗ്രാമുകൾ അവര് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയും. അപ്പോസ്തലന്മാർ പറയുന്നത് ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനം സഭ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ദൈവസഭ പരിജ്ഞാനം പ്രാപിക്കേണ്ടത് ക്രിസ്തു ദൈവമാകുന്നു എന്നുള്ള മർമ്മത്തിന്റെ പരിജ്ഞാനം. മാത്രമല്ല അപ്പോസ്തലിക ഉപദേശത്തെ സംബന്ധിച്ച് പറയുന്നത് അവർ ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാകണം എന്നുള്ളതാണ്. അപ്പോ ഏകദൈവ വിശ്വാസികള് ബൈബിളിൽ ദൈവിക മർമ്മങ്ങൾ, ദൈവത്തെ സംബന്ധിച്ചുള്ള മർമ്മങ്ങൾ പരിശുദ്ധാത്മാവിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ മറുഭാഗം അവര് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ബഹുത്വമുണ്ടോ, ദൈവത്തിൽ എവിടേക്കാണ് ബഹുത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു തീവ്ര പരിശ്രമത്തിലേക്ക് മെയിൻ സ്ട്രീം ഭൂരിഭാഗം വരുന്ന പെന്തക്കോസ്റ്റുകൾ അധപ്പതിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞങ്ങളുടെ കേൾവിക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ നെല്ലും പതിരും പരിശോധിച്ച് നല്ലത് മുറുകെ പിടിക്കുക. ഞങ്ങൾ പറയുന്ന ആശയത്തെ പൂർണ്ണമായും നിങ്ങൾ അങ്ങനെ വിഴുങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നിങ്ങൾ തിരുവെഴുത്തുകളെ സ്വതന്ത്രമായി പരിശോധിക്കുവാൻ ഞങ്ങളുടെ ഈ ഉദ്യമം സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു ആശയ തെറ്റിദ്ധാരണയെ മാറ്റുവാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന് ഞങ്ങൾ മഹത്വം കൊടുക്കുന്നു. ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വ്യക്തത വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ദൈവിക പദ്ധതി ഈ കാലഘട്ടങ്ങളിൽ, ഈ അവസാന കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിറവേറ്റുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വീഡിയോയിൽ കടന്നു വന്ന് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം നൽകിയ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്മാരെ, വിൽസൺ ബ്രദർ ഗീവറീസ്, ഒപ്പം പാസ്റ്റർ ജോയ് അവറുകൾ,
ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഈ മീറ്റിംഗിൽ ആദ്യോടന്തം ഇതിനോട് സഹകരിച്ച പാസ്റ്റർ ബേബി അവർക്ക് എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ കർത്താവിന്റെ നാമത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.